രാവിലെ മുതൽ തെറ്റിയും തെറിച്ചും ആൾക്കാർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി അഷ്കറിനെ തെളിവെടുപ്പിന് കൊണ്ടുവരും എന്ന സൂചന കിട്ടിയതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇവിടെ വന്നത്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 23 ഡിഗ്രിയുടെ ചരിവ് ഉണ്ട്. അതായത് ഒരു കാല് തെന്നിയാൽ താഴേക്ക് വഴുതി വീഴുക തന്നെ ചെയ്യും. അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വീടിരിക്കുന്നത്. ഇന്നലെയൊക്കെ മറ്റ് ചാനലുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, വാർത്തകൾ കേൾക്കുമ്പോൾ ആ കുഞ്ഞിനെ, 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ട കുഞ്ഞിനെ ആ വഴി കയറി നടന്നു വരാനൊക്കെ അനുവദിക്കുന്നു ആ അമ്മ എന്ന രീതിയിൽ ചില സാക്ഷ്യപ്പെടുത്തലുകൾ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വന്നു. ഇപ്പം പോലീസ് ഈ സ്ഥലത്തേക്ക് വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണവും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ പ്രതിയെ എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തി പോകാൻ വന്നതാണ് ഈ പോലീസും സംഘവും. അവർ ആ രീതിയിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഇത്രമാത്രം ആ പ്രതിയെ കാണുമ്പോൾ അവർ വയലൻ്റ് ആകുമെന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ച് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, ഇൻക്വസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ, കൂടെ നിന്ന ജനപ്രതിനിധികൾ കണ്ട കാര്യങ്ങൾ. വളരെ മൃഗീയമായിട്ടൊരു പിഞ്ചു കുഞ്ഞിനെ മനഃപൂർവ്വം അവൻ കൊന്നതിൻ്റെ വേദനകൾ. സാറേ, ഈ കുട്ടിയെ ഞങ്ങൾക്ക് തന്നെങ്കിലും ഞങ്ങൾ വളർത്തിപ്പോയനെ സാറേ. ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. കുട്ടി പടം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ ഈ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ വീട്ടിൽ ജോലി വരെ കളഞ്ഞിട്ട് ആ കൊന്ന തള്ളയും തന്തയും കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് വിഷമം. ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വളർത്തും. അല്ല, ഈ മക്കളില്ലാത്ത ഒരുപാട് പേര് ഞങ്ങൾ ഈ നാട്ടിൽ കിടപ്പുണ്ട്. എത്രയെങ്കിലും ലക്ഷം രൂപ ചിലവാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീകളുണ്ട്. അവർക്ക് കൊടുത്തെങ്കിലും അവരും വളർത്തും. ഞങ്ങൾക്ക് തന്നെങ്കിൽ ഞാനും വളർത്തേനെ. എൻ്റെ മോൾക്ക് 2 പെൺകുട്ടികൾ, ഞാൻ വളർത്തുമായിരുന്നു. പൊന്നുപോലെ ആ കുട്ടിയെ നോക്കും. എന്തിനാണ് ഈ ഇവർ 2 പേരും ഇതിനെ കൊന്നത് സാറേ? അങ്ങനെ ഒരുപാട് നമുക്ക് വിഷമവും ദുഃഖവും സങ്കടവും ഉണ്ട്. പിഞ്ചു കുഞ്ഞിനെ വകവരുത്തിയ ആ കൊടുംക്രൂരനായ പ്രതി അഷ്കറിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് ഒരു ജനപ്രവാഹം തന്നെ ഉണ്ടാവുകയാണ്. ധാരാളം ആൾക്കാർ ഇവിടേക്ക് വന്നു ചേരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, ആ വാഹനങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരികയാണ്. ഇതിലേതിലോ ഒന്നിൽ ആ പ്രതി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ വണ്ടി മുന്നോട്ടെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വണ്ടിയിൽ തന്നെ ആയിരിക്കും അഷ്കർ ഉണ്ടാവുക. നമുക്ക് നോക്കാം. അല്ല, ഈ വാഹനത്തിലല്ല, ഇതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്ന ഈ ഒരു വണ്ടിയിലാണ് പ്രതിയുള്ളത്. ഉന്തിലും തള്ളിലും ആ കുത്തനെയുള്ള ഇറക്കത്തിൽ നിരവധി പേർ നടുപിടിച്ചു വീഴുന്ന കാഴ്ച കണ്ടു. വല്ലാത്ത സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടൊന്നും ആരും പോവാറില്ല. ഈ ഒരു വീട് വരെ, ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു കാടാണ്. ശരിക്കും ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ ഒരു വീടെടുത്ത് വളരെ ദുരൂഹത നിറഞ്ഞ എന്തൊക്കെയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പദ്ധതിയുള്ള ആൾക്കാർ വന്ന് പാകപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തുന്നത് പോലെയാണ് ഇവിടെയും ഈ വീട് അവർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നെടുമങ്ങാട് പനവൂർ കരിക്കുഴി നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇവിടെ താമസിച്ചിരുന്നത് അഷ്കറിന്റെ മാതാപിതാക്കൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ അഷ്കറിന്റെ സഹോദരി, ഭർത്താവ്, അവരുടെ കുഞ്ഞ്, പിന്നെ അഷ്കറിന്റെ കൂട്ടുകാരി അഖിലയുടെ കുഞ്ഞ്, എല്ലാവരും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. വളരെയധികം മാരകമായ രീതിയിൽ ഒരു ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നീട് നമ്മളിവിടെ കണ്ടതെല്ലാം. പിൻവശത്ത് കുറേ തുണികൾ വാരിയിട്ട് കത്തിച്ചിരിക്കുന്നു. ആ കൊച്ചിൻ്റെ കയ്യിലിട്ടിരുന്ന പ്ലാസ്റ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇവിടെ വലിച്ച് ഊരി ഇട്ടിരിക്കുന്ന കാഴ്ച, കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ കത്തിച്ചിട്ടിരിക്കുന്ന കാഴ്ച. മറ്റ് ചില ആൾക്കാർ പറഞ്ഞു ഈ വീട്ടിൻ്റെ സൺഷെയ്ഡിൽ ഒരിക്കൽ ആ കുട്ടിയെ പിടിച്ചിരുത്തിയെന്ന്.
മറ്റ് ഏതോ കുട്ടികൾ ട്യൂഷന് വേറെ ഏതോ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഉറക്കെ കരയുന്നത് കണ്ട് അവർ വിളിച്ചു പറഞ്ഞാണ് അത്ര ആ കുട്ടിയെ നിന്ന് താഴെ ഇറക്കിയത്. എന്തായാലും പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കാണുന്നവനാണ് ആ കൊടും കുറ്റവാളി. അവൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച ഒരു പേരക്കമ്പിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ചെത്തിമിനുക്കിയ ഒരു വലിയ കമ്പ്. ആ കമ്പിന്റെ പല പല ഭാഗങ്ങൾ അവൻ നാലായിട്ട് ഒടിച്ച് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിന്റെ താഴേക്ക്, അതായത് ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലം വളരെ ഇറക്കത്തിലാണ്. മേളിൽ നിന്നൊരു കല്ല് ഉരുണ്ട് താഴേക്ക് വന്നപ്പോൾ എല്ലാവരും മാറിക്കൊടുത്തത് കൊണ്ട് മാത്രം കാലിൽ വന്ന് അടിക്കാതെ പോയി. അത്രയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചിത്രീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സമാനതകളില്ലാത്ത നാടിനെ നടുക്കിയ, അതായത് ഒരു മനുഷ്യനാണ് എന്ന് ഇവനെ കാണാൻ കഴിയാത്ത വിധം ക്രൂരത അവൻ ആ കുട്ടിയുടെ മേൽ, ആ കുഞ്ഞിൻ്റെ മേൽ ചെയ്തു. ആ ഒരു ജനവികാരമാണ് നമ്മൾ ഇവനെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൂട്ടം കൂടിയ ഏതാനും പേർ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടത്. പോലീസിന്റെ രീതികൾ, കോടതിയുടെ രീതികളൊക്കെ നാട്ടുകാർക്ക് ഇപ്പോൾ വ്യക്തമാണ്. അവൻ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് അവിടെ നിന്നുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട്, ഒരു അരയടി വലിപ്പമുള്ള പീസുകളായിട്ടാണ് അവൻ ഒടിച്ച് കളഞ്ഞത്. അവിടെ നിന്ന് പെറുക്കിയെടുക്കുന്നുണ്ട്, അവിടെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഒത്തിരി തെളിവെടുപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മാത്രമാണ് ഈ വീട്ടിൻ്റെ അകത്തും ഇവിടെയും, അതായത് വീട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലെ ഈ പറയുന്ന സ്ഥലത്ത് അവൻ കുഞ്ഞിനെ നിരന്തരം അടിക്കാൻ ഉപയോഗിച്ച ആ കമ്പൊടിച്ച് കളഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് മാത്രമാണ് ശരിക്കും തെളിവെടുപ്പ് നടത്തിയത്. അവൻ എടുത്ത് കാണിക്കുന്നതൊക്കെ ഈർക്കിലിൻ്റെ വലിപ്പത്തിലുള്ളതൊക്കെ അവൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെ എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകളാണ് എന്ന്. ഇതിൻ്റെ പിൻവശത്ത് തുണി കൂട്ടിയിട്ട് കത്തിച്ചതോ, കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഈ രണ്ട് കയ്യിലും ഇട്ടിരുന്ന പ്ലാസ്റ്റർ വളരെയധികം ബ്രൂട്ടലായിട്ട്, ക്രൂരമായിട്ട് അവൻ വലിച്ച് ഉരിഞ്ഞ് താഴെ ഇട്ടതോ, ഇതൊന്നും അന്ന് ഈ തെളിവെടുപ്പ് നടക്കുന്ന ദിവസം, അതായത് ഇന്നലെ കൊണ്ടുപോയി പോലീസിന് കാണാനോ ചോദ്യം ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല. അത്രമാത്രം ജനങ്ങളായിരുന്നു, ജനങ്ങളുടെ രോഷമായിരുന്നു. പിന്നെ എന്തൊക്കെ തെളിവാണ് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടു പോകുന്നത്? കോടതിയിൽ ഈ ഈർക്കിലും ഈ കച്ചത്തുരുമ്പൊക്കെ കൊണ്ടുപോയാൽ അവനെ ശിക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകളാകുമോ? ഇതൊക്കെ വലിയ ഉത്കണ്ഠകളാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അവിടെ വന്നുകൂടിയ ആൾക്കാർ പറയുന്നതാണ്. ഈ ക്രിമിനൽ മൈൻഡുകൾ രക്ഷപ്പെടാൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ഇത് കാണാം, ഇവിടെ നടക്കുന്ന ഈ ഒരു സംഗതികളൊക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തു തോന്നുന്നു കാണുമ്പോൾ? നോക്കൂ. നിലപാടുമാണെന്നുള്ള കാര്യത്തിലേക്ക് ആദ്യത്തെ നിഗമനങ്ങളാണ്. കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആദ്യ വെളിപ്പാടുകളായിരുന്നു. കുഞ്ഞിൻ്റെ തലമുതൽ തല വരെ മുറിവുകളായിരുന്നു. കാലിക്ക് അടിഭാഗത്ത് മാംസം ചൂട് കഴിയുന്നില്ലായിരുന്നു. അത് മാത്രമല്ല കുഞ്ഞിൻ്റെ കൊണ്ടുപോവുകയാണ്. ഉപയോഗിച്ച വടിയും പിൻവശത്ത് കത്തിച്ചത് കണ്ടായിരുന്നോ? വരുന്നുണ്ട്.
അവിടെ കൂട്ടം കൂടി നിന്ന യുവാക്കൾ അവൻ്റെ തല നോക്കി അവൻ്റെ മുതുകു നോക്കി ആഞ്ഞാഞ്ഞ് ഇടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മിക്കതും പോലീസുകാർ തടുത്തു മാറ്റുന്നുണ്ടായിരുന്നു. നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല, എന്തായാലും നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് അവനെ ജയിലിലിട്ട് ഊട്ടി ബിരിയാണിയും മുട്ടയും കൊടുത്ത് സുമുഖനും സുന്ദരനുമായ ഒരു സിനിമാ നടനെ പോലെ അവൻ നിൽക്കുന്നത് കാണാൻ പിന്നൊരിക്കൽ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നീതി സംവിധാനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും പോരായ്മയോ അപര്യാപ്തതയോ അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ടതെന്തോ മാറ്റപ്പെടാതെ തുടരുന്നതിൻ്റെ വല്ലാത്തൊരു ഗതികേട് ഒക്കെ ആവാം ഇങ്ങനെയുള്ള ക്രിമിനലുകൾ പച്ചപിടിക്കാനും വളരാനും തഴച്ചു വളരുവാനും കാരണമാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കണം സമൂഹം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഓരോരുത്തരുടെ കയ്യിലും അടുത്തെത്തുന്ന ക്രിമിനലിനെ തിരിച്ചറിയാൻ മുൻപേ കഴിഞ്ഞാൽ എത്രയോ നല്ലത്. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, കോടതിയിൽ കൊടുക്കാൻ പാകത്തിൽ എന്ത് ശാസ്ത്രീയ തെളിവാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക? പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു? ശാസ്ത്രീയ തെളിവ് എന്താണ് അവന് കിട്ടിയിട്ടുണ്ടാവുക? അവൻ കുഞ്ഞിനെ ചുവരിൽ പിടിച്ച് തല ചേർത്ത് പലവട്ടം ഇടിച്ചാണ് കൊന്നത് എന്ന് അവൻ മൊഴി കൊടുത്തു. ഈ മൊഴി പോലീസിന് കൊടുത്ത മൊഴിയാണ്. അവനത് മാറ്റി പറഞ്ഞാലോ? ശാസ്ത്രീയ തെളിവുകൾ ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ എന്ന കാര്യത്തിൽ വളരെ വലിയ ഡൗട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരിൽ പലരും വേദനയോടെ നിൽക്കുന്നവരുണ്ട്. രണ്ട് തരത്തിലാണ് കേട്ടോ വേദന. ഉന്തിലും തള്ളിലും പെട്ട് തല്ലുകൊണ്ടവർ, മറിഞ്ഞു വീണവർ, അതിൽ പോലീസുകാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് അതിനേക്കാൾ വലിയ വേദനയാണല്ലോ ഈ കുഞ്ഞിൻ്റെ വിയോഗം, ആ കുഞ്ഞനുഭവിച്ച മാനസിക വേദന. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ആ വീട്ടിലേക്ക് നമുക്ക് പോകണം. അവിടെയാണ് ഈ കുഞ്ഞ് അന്ത്യവിശ്രമം കൊള്ളുന്നത്.